ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വപൗരനായി വളർന്ന എം.എ. യൂസഫ് അലിയും മോഹൻലാലും തമ്മിലുള്ളൊരു ബന്ധമാണ് ഇവിടെ പറയുന്നത്. ബന്ധമെന്ന് പറഞ്ഞാൽ യാദൃശ്ചികമായ സംഭവമായി പലർക്കും തോന്നുമെങ്കിലും മോഹൻലാൽ കണ്ണീരൊഴുക്കിയത് ഗ്ലിസറിനിട്ടാണ്, അല്ല എന്നും ആണെന്നും രണ്ട് വിഭാഗം. കാരണം മോഹൻലാൽ ഒരു നടനാണ്. ഒരു നടൻ എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കും, പ്രേക്ഷകരെ കയ്യിലെടുക്കും, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇത് ഒരു ചർച്ചാവേളയിലാണ് ഇങ്ങനെ പറഞ്ഞത്. മോഹൻലാൽ ജീവിതത്തിൽ അഭിനയിക്കുന്ന ആളാണ്, എന്നാൽ മറ്റു പല നടന്മാരും അങ്ങനെയല്ല. അതിനെ എതിർക്കേണ്ടി വന്നു ഞങ്ങൾ ചിലർക്ക്. കാരണം മോഹൻലാൽ ജീവിതത്തിൽ അഭിനയിക്കുന്ന ഒരാളല്ല എന്ന് ഞങ്ങൾക്ക് കുറച്ച് പേർക്കറിയാം, മറ്റുള്ളവർ എങ്ങനെ വിചാരിച്ചാലും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് തൃശ്ശൂരിൽ വെച്ചുണ്ടായൊരു സംഭവം. തൃശ്ശൂരിൽ വെച്ച് എന്ന് പറയുമ്പോൾ അത് എം.എ. യൂസഫ് അലിയും കൂടി നാടാണെന്ന് ആലോചിക്കണം. മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർക്ക് വേണ്ടി അമ്മക്കിളിക്കൂട് എന്നൊരു പരിപാടി അവിടെ സംഘടിപ്പിച്ചു. ആ പരിപാടിയിൽ എം.എ. യൂസഫ് അലി, മോഹൻലാൽ അടക്കമുള്ള പ്രമുഖരവിടെ പങ്കെടുത്തിരുന്നു. അവിടെ അവരെല്ലാം പങ്കെടുത്തപ്പോൾ ഓരോരുത്തർക്കും തങ്ങൾക്കറിയാവുന്ന യൂസഫ് അലിയെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും വാതോരാതെ സംസാരിക്കാനുണ്ടായിരുന്നു. അതിൽ മുന്നിട്ട് നിന്നത് യൂസഫ് അലിയെക്കുറിച്ച് തന്നെയാണ്. കഷ്ടപ്പെട്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നത്. ആ കഷ്ടപ്പാടിലൂടെ കഷ്ടപ്പെട്ട് വളർന്ന് ലോകം മുഴുവൻ പന്തലിച്ച് തൻ്റെ വരുമാനത്തിൻ്റെ കുറേ കോടികൾ രാജ്യത്തിൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി, സംഘടനകൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ തന്നെ എത്രയോ സംഘടനകളാണ് എം.എ. യൂസഫ് അലിയുടെ സഹായം പറ്റുന്നത്. പ്രത്യേകിച്ച് ഗാന്ധി ഭവൻ പോലുള്ള സ്ഥാപനങ്ങൾ. അവിടെ അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടി മാത്രം തന്നെ പ്രത്യേക താമസ സൗകര്യം ഉണ്ടാക്കിയത്. താമസ സൗകര്യം എന്ന് പറഞ്ഞാൽ വെറുതെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പോലെ അതിമനോഹരമായ കെട്ടിടങ്ങൾ എന്നാലോചിക്കണം. അത് സ്വന്തം ജോലിക്കാരെ കൊണ്ടുവന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട മാതൃകയിലാണ് ഉണ്ടാക്കിയെന്നാലോചിക്കണം. അതുകൂടാതെ വർഷത്തിൽ കോടികളാണ് കൊടുത്തത്. ഇങ്ങനെ എത്രയോ സ്ഥാപനങ്ങൾക്കാണ് അദ്ദേഹം കോടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മനസ്സിൽ നമ്മളെപ്പോഴും കഴിഞ്ഞ കാര്യങ്ങൾ, കഷ്ടപ്പാട് ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരവും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. കാരണം ഈ കഷ്ടപ്പാടെല്ലാം നമ്മൾ അനുഭവിച്ചതാണ്. അപ്പോൾ ഇവിടെ മോഹൻലാൽ എന്തിന് കരഞ്ഞു? എം.എ. യൂസഫ് അലിയുടെ പ്രസംഗം കേട്ടിട്ടാണ് മോഹൻലാൽ കരഞ്ഞത് പോലും. മോഹൻലാലിനെ പോലുള്ള നടന്മാരെ കരയിപ്പിക്കത്തക്ക രീതിയിൽ എന്താണ് എം.എ. യൂസഫ് അലി പറഞ്ഞത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യമല്ല, അവിടെ എം.എ. യൂസഫ് അലിക്ക് തൻ്റെ ഉമ്മ പ്രിയപ്പെട്ടവരായിരുന്നു. ആ ഉമ്മ മരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂരിൽ ഇങ്ങനെ അമ്മ കിളിക്കൂട് പരിപാടി സംഘടിപ്പിച്ചത്. ആ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മോഹൻലാലും അമ്മയും അവിടെ പങ്കെടുത്തിരുന്നു ആലോചിക്കണം. മോഹൻലാലിന് പ്രിയപ്പെട്ടതാണ്. അത്രമാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് അമ്മയെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്നവരെ നോക്കി യൂസഫ് അലി തൻ്റെ നിരവധി അനുഭവങ്ങളുണ്ട്, നിരവധി കഥകളുണ്ട്. അതിൽ ചെറുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കാര്യം പറഞ്ഞത്. എൻ്റെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഉമ്മയ്ക്ക് പരിചയമുള്ള ഒരു കൂട്ടുകാരിയോ ബന്ധുവോ അയൽക്കാരിയോ ഒക്കെ ആരൊക്കെ ആവാം, പക്ഷെ ഉമ്മയ്ക്ക് പ്രിയപ്പെട്ടവരാണ്. അവരുടെ മകള് ആശുപത്രിയിലാണ്. ചികിത്സയ്ക്ക് വേണ്ടി വിചാരിച്ച പണം കിട്ടിയില്ല. പലരോടും ചോദിച്ചു, കുറേ കിട്ടി. ഇനി ചോദിക്കാനുള്ളത് എം.എ. യൂസഫ് അലിയുടെ അമ്മയോടാണ്. അമ്മയോട് ചോദിച്ചാൽ എങ്ങനെ? അമ്മയ്ക്ക് മകനോട് ചോദിക്കേണ്ടി വരുമോ? മറ്റു വീട്ടുകാരോട് ചോദിക്കേണ്ടി വരുന്നോ? ചോദിച്ചാൽ അവർ വേണ്ടെന്ന് പറയുമോ എന്നൊക്കെയുള്ളൊരു ആദി ആ അമ്മയ്ക്കുണ്ടായിരുന്നു. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് യൂസഫ് അലിയുടെ ഉമ്മയെ കാണാൻ ആ അമ്മ ചെന്നു. സംസാരിച്ചു. ആദ്യം ആവശ്യം പറഞ്ഞില്ല.
ചായ കൊടുത്തു, കുളിച്ചു, വീട്ടുകാരും ചോദിച്ചു. അപ്പോഴാണ് ആ അമ്മ പറഞ്ഞത്, ഞാനൊരു സഹായം തേടിയാണ് വന്നിരിക്കുന്നത്. എനിക്ക് കുറച്ച് പണം വേണം. എൻ്റെ മകള് ആശുപത്രിയിലാണ്. അപ്പോൾ യൂസഫ് അലിയുടെ ഉമ്മ പറഞ്ഞു, അതിനെന്താ എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ കിടന്ന വള, 1-2 വള ഊരി ആ സ്ത്രീക്ക് നൽകി. അത് യൂസഫ് അലി അറിയാതെയാണ് ഉമ്മ അത് കൊടുത്തത്. അപ്പം ആ അമ്മ ചോദിച്ചു, മോൻ അറിഞ്ഞാൽ വഴക്ക് പറയില്ലേ? ഇല്ല, അവൻ വഴക്ക് പറയില്ല. മാത്രമല്ല, ഇതൊന്നും അവൻ അറിയാനും പോകുന്നില്ല. ഇതൊരു ചെറിയ കാര്യമല്ലേ? അസുഖം ആർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ആദ്യം അസുഖം മാറട്ടെ. അത് പറഞ്ഞ് ആ സ്ത്രീ പോയി. പലപ്പോഴും ചോദിക്കാതെ തന്നെ ഈ വള, പണയം വെച്ച വള തിരിച്ച് കൊടുക്കാൻ ആ അമ്മ ആഗ്രഹിച്ചു. പക്ഷെ നടന്നില്ല എന്നുള്ളതാണ് സത്യം. ഒടുവിൽ അറിഞ്ഞത് എം.എ. യൂസഫ് അലിയുടെ ആ പ്രിയപ്പെട്ട അമ്മ ഭൂമിയിൽ ഇല്ലാതായി എന്നുള്ളതാണ്. അവർ വളരെയേറെ സങ്കടപ്പെട്ടു. ഉമ്മയുടെ ഭൗതിക ശരീരം കാണാൻ ചെന്നു. അവർ തിരിച്ചുപോയി. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ്, 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ വള എടുത്തുകൊണ്ട് യൂസഫ് അലിയുടെ വീട്ടിലേക്ക് ചെന്നത്. യൂസഫ് അലിയെ കണ്ട് ആ കൈകൾ കൂട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാനൊരു കടക്കാരിയാണ്. അങ്ങയുടെ ഉമ്മയ്ക്ക് ഞാനൊരു കടക്കാരിയാണ്. ഇത് മരിക്കുന്നതിന് മുമ്പ് കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. എൻ്റെ അവസ്ഥ കൊണ്ട് കഴിഞ്ഞില്ല. ഇപ്പോഴാണ് കഴിഞ്ഞത്. മറ്റൊന്നും തോന്നരുത്, ഇത് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് അന്ന് ഉമ്മയിൽ നിന്ന് വാങ്ങിയ വളകൾ ആ അമ്മ യൂസഫ് അലിക്ക് കൊടുത്തു. എന്തു ചെയ്യണമെന്നറിയാതെ യൂസഫ് അലിയുടെ കണ്ണുകൾ നനഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കട്ടി യൂസഫ് അലി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എത്ര കോടികളാണ് ഇവിടെ ദാനധർമ്മത്തിന് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അമ്മ കൊണ്ടുവന്ന ഈ വളയ്ക്ക് മുന്നിൽ ഞാനും ആരുമല്ലാതായി തീർന്നൊരു നിമിഷമുണ്ട്. ആ നിമിഷത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ കാരണം, നമ്മൾ ആരുമല്ല, ഒന്നുമല്ല എന്നുള്ളതാണ്. ജീവിച്ചിരിക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിഞ്ഞാൽ, നിങ്ങൾ കളയുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ്. അതിനൊക്കെ ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളെ തലോടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് മോഹൻലാലിൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു. വലതു കൈ കൊണ്ട് മോഹൻലാൽ തൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചിരുന്നു. ഇത് കണ്ടാണ് പലരും ചോദിച്ചത്, കരയാൻ മാത്രം എന്തുണ്ടായി എന്ന്. അതിന് മറുപടി പറഞ്ഞത് മോഹൻലാൽ ഇങ്ങനെയാണ്, ഇതിൽ കരയാനല്ല, പൊട്ടിക്കരയാനുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. അത് കൊള്ളുന്നവർക്കേ കൊള്ളൂ, വേദനിക്കുന്നവർക്കേ വേദനിക്കൂ എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ ആലോചിക്കണം. സമ്പത്ത് കൊണ്ട് കുന്നുകൂടിയിരിക്കുന്ന കുറേ പേര് ഈ നാട്ടിലുണ്ടെന്ന് ആലോചിക്കണം. ഒരു വീട് വെച്ചാൽ ആ വീടിന് വലിയ മതിൽ കെട്ടി ഉയർത്തുന്നു. പിന്നെ അവരുടെ സുഖസൗകര്യങ്ങൾ നോക്കുന്നു. അയൽക്കാരുമായി ബന്ധമില്ലാതാകുന്നു. തനിക്ക് ഈ ജീവിതാവസാനം വരെ മറ്റാരുടെ സഹായം വേണ്ട എന്ന് വെച്ച് അവരുടെ ഉയരങ്ങളിലുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നു. കഴിഞ്ഞതെല്ലാം മറക്കുന്നു. അങ്ങനെ കഴിഞ്ഞതെല്ലാം മറക്കാത്ത, ഓർമ്മിക്കുന്ന ലോക പൗരനാണ് യൂസഫ് അലി. ആ യൂസഫ് അലിയാണ് തൻ്റെ ഉമ്മ നൽകിയ വള തിരിച്ചു കൊണ്ടുവന്ന അമ്മയെക്കുറിച്ച് പറഞ്ഞത്. ആ കഥ കേട്ട് മോഹൻലാലും കരഞ്ഞത്. ഇത് ഗ്ലിസറിൻ പുരട്ടിയ കരച്ചിലല്ല, മനസ്സ് തട്ടിയ, മനസ്സ് പിടഞ്ഞ കണ്ണീരാണ്.